ചെയ്യാൻ പറ്റൂല. അവന്റെ മുഴുവൻ പാസ്റ്റും ഡിലീറ്റ് ചെയ്യാൻ പോവാണത്. ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന പോലെയാണത്. സർവ്വ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് പുതിയ അവസ്ഥയിലേക്ക് കയറണം. അതൊക്കെ ഒരു വിദ്യാർത്ഥിയോട് ഒറ്റയ്ക്ക് വിദ്യാർത്ഥികളെ കൂട്ടുകാരാണ്. പ്ലീസ് കൺവേർട്ട്. ഞാൻ പറഞ്ഞ ആ രീതിയിലല്ല നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. നമുക്കങ്ങനെ ഒരാളെയും ഒരു ദിവസം കൊണ്ട് ഒറ്റയിരുത്തത്തിൽ ഒരാൾക്കും അവരുടെ മൊത്തം മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ദൗത്യവും അതല്ല, നമുക്ക് പറഞ്ഞു കൊടുക്കലേ ആവശ്യമുള്ളൂ. അപ്പൊ ഏതായാലും അതിന്റെ കുറച്ച് ടെക്നിക്കൊക്കെ അവർ പറഞ്ഞു കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരൊറ്റ സെറ്റിംഗിൽ ഒന്നും തീരുമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. സത്യവും ഇത് ലോകത്തെ ഏറ്റവും വലിയ വിഷയമാണ്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം സബ്ജക്ട് പഠിച്ചോട്ടെ, അക്കൗണ്ടിങ്സ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, നമ്മൾ മെഡിസിന് പഠിക്കുന്നു, ഏതെല്ലാം സബ്ജക്ട് നിങ്ങൾ പഠിച്ചോളൂ. അതിലേറൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സബ്ജക്റ്റാണ് അഖീദയുടെ വിഷയം, നമ്മുടെ ഈമാനിന്റെ വിഷയം. Why should I live? What is the objective of my life? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? ഇതാണ് നമ്മൾ ഇസ്ലാമുമായുള്ള ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ എളുപ്പമല്ല, ചിലത് ഒരുപാട് സമയമെടുത്തെന്ന് വരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയും, നബിയെ അവരെ വിളിക്കിൻ, ഖുൽ തആലു യാ അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ടവരെ, ഞങ്ങളുടെ കയ്യിൽ കിതാബുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു കിതാബ് നൽകി. ഞങ്ങളുടെ കയ്യിലുള്ളത് ഫൈനൽ ടെസ്റ്റമെന്റ്, നിങ്ങളുടെ കയ്യിലുള്ളത് ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെന്റ്. നമുക്കിരിക്കാം, നമുക്കൊരു ചർച്ചയാവാം. ആ ചർച്ചയിൽ അവർ എഴുന്നേറ്റ് പോവാൻ, ഞങ്ങൾക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാൽ ഫഖുൽ, അങ്ങ് അവരോട് പറഞ്ഞേക്കണം, ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയേക്കണേ എന്ന് പറയണം നബിയെ. മറുപടി അത്ര മതി. അവർ എഴുന്നേറ്റ് പോവാൻ, എന്നാ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് കേട്ടോ, അത് പറഞ്ഞാൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ബഹളങ്ങളും ഒച്ചപ്പാടുകളൊക്കെ ഇല്ലാക്കാൻ കഴിയും. വലിയ ക്ഷമ വേണം. നമുക്ക് പെട്ടെന്ന് ടെമ്പറേച്ചർ കയറും, അതാണ് വിഷയം. ദേഷ്യം പെട്ടെന്ന് മനുഷ്യന്മാർ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നടക്കുക. നമ്മൾ ചിരിക്കണമെന്ന് വിചാരിച്ചാൽ ചിരിപ്പിക്കാതിരിക്കാനാണ് ലോകം ശ്രമിക്കുക. അങ്ങനെയാണ്. ഒരു നല്ല സ്വഭാവത്തിൽ നടക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ നമ്മെ അത് പിന്മാറ്റും. പക്ഷെ അതിലൊന്നും പിന്മാറാതിരിക്കുക, അതാണ് മുസ്ലിമിന്റെ ദൗത്യം. അള്ളാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിന് വേണ്ടി ദഅവത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. كبرت كلمة تخرج من أفواههم, അവരുടെ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ ഖബറത്ത്, വലിയ വാക്കുകളാണ്. അല്ലാഹുവിന്റെ മക്കളുണ്ട് എന്ന് പറയേ. യഖൂലൂന ഇല്ലാ കദിബാ, അവർ നുണയല്ലാതെ മറ്റൊന്നുമല്ല നബിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നുണയാണ്, സത്യമല്ല, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായതാണ്. അടുത്ത ആയത്ത് നോക്കൂ. فلعلك باخع نفسك على آثارهم فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. فلعلك باخع نفسك, അങ്ങയുടെ പരിശുദ്ധമായ ശരീരം പോലും നബിയെ അങ്ങ് അപായപ്പെടുത്താറായിട്ടുണ്ട്, അപകടപ്പെടുത്താറായിട്ടുണ്ട്. അലാ ആസാരിഹിം, ഇവരുടെ പിന്നാലെ നടന്നിട്ട് അങ്ങേക്ക് അപകടം സംഭവിക്കാറായിട്ടുണ്ട് നബിയെ. അത്രക്കങ്ങ് അധ്വാനിക്കുന്നുണ്ട്. ജീവൻ പോലും നഷ്ടപ്പെടുമോ, ജീവൻ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് അവരുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ. ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ്, ഈ സത്യസന്ധമായ വിവരണം അവര് വിശ്വസിക്കാതിരിക്കുമ്പോൾ അസഫ, അതിൽ സങ്കടപ്പെട്ട് അവരുടെ പിന്നാലെ നടന്ന് അങ്ങയുടെ ശരീരം പോലും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞേക്കും നബിയേ. അത്രക്ക് വേണ്ട. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ഈ ആയത്തും തൊട്ടു മുമ്പുള്ള ആയത്തും തമ്മിലുള്ള ബന്ധം നോക്കി. ഖുർആൻ ദൈവനിഷേധികൾക്ക് താക്കീതാണ്, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബിയെ നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട കേട്ടോ നബിയെ, അവരുടെ പിന്നാലെ നടന്ന് അങ്ങ് തന്നെ അപായപ്പെടാറായിട്ടുണ്ട്, അങ്ങ് അപകടത്തിൽപ്പെടാറായിട്ടുണ്ട്. അവരുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അങ്ങ്
സങ്കടപ്പെട്ട് അവര് വിശ്വസിക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ട് അങ്ങയുടെ ശരീരം പോലും നശിപ്പിക്കാറായിട്ടുണ്ട് നബിയെ. മരണം സംഭവിക്കുമാർ അത്രക്കും നിങ്ങൾ അവരുടെ പിന്നാലെയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഇഖ്തിസാറാണ്. സംഗതി സംക്ഷിപ്തമായി പറയാൻ, അതായത് അവിശ്വാസം കൺമുമ്പിൽ കാണുമ്പോ അവർക്ക് ദഅവത്ത് ചെയ്യണം. ആ ഒരു ആശയം തൊട്ടടുത്തുള്ള ഈ ആയത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവരവിശ്വാസത്തിൽ ജീവിക്കാൻ, നമ്മൾ വിശ്വാസത്തിലാണ്. രണ്ടും രണ്ട് എൻഡുകളാണ്, എക്സ്ട്രീം എൻഡുകൾ, 2 ഡിഫറെന്റ് റിസൾട്ട്സ്. അത് കാണുമ്പോൾ സങ്കടം ഉണ്ടാകും. ആ സങ്കടം കണ്ട് കൈകെട്ടി നോക്കി നിൽക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഗാലറി ഇരുന്ന് കാണുന്ന പോലെയാണ്. ഇരുന്ന് കാണാൻ അവരുടെ പൂജ നടക്കുന്നു, ഉത്സവം നടക്കുന്നു, മഹോത്സവം നടക്കുന്നു, വെടിക്കെട്ട് നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു, എല്ലാം നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ. നമ്മൾ ഇടപെടണ്ടേ? നമ്മൾ അവരോടൊരു സ്വകാര്യ സംഭാഷണമായിക്കൂടെ? ഒരൽപ്പം ചിന്ത കൊടുത്തുകൂടെ? ഒരൽപ്പം നമ്മൾ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചൊന്ന് ചോദിച്ചുകൂടെ? നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നബിയെ, നിങ്ങളത് ചെയ്യണം. അത് അങ്ങ് നിർവഹിക്കുന്നത് വളരെ ഗംഭീരമാണ്. അങ്ങയുടെ ദഅവത്തിന് അങ്ങ് ചെലവഴിക്കുന്ന അങ്ങയുടെ സമയം, അങ്ങ് കൊടുക്കുന്ന എഫേർട്സ്, അത് കാണുമ്പോ അങ്ങയുടെ സ്വശരീരം തന്നെ അങ്ങ് അപായപ്പെടുത്താറായിട്ടുണ്ട് നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ കൺമുമ്പിൽ കണ്ടപ്പോ അവരെ ദഅവത്ത് ചെയ്യാൻ പരിശ്രമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആല ഇംറാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ദഅവത്തിനിറങ്ങണം. വൽതകും മിൻകും ഉമ്മ, എല്ലാവർക്കും അത് സാധ്യമായില്ല എന്ന് വരും. ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ പണ്ഡിതന്മാരാക്കണം, അവർക്ക് ഇൽമു കൊടുക്കണം, അവർക്ക് ദഅവത്ത് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൊടുക്കണം, അതിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്താ അവർ ചെയ്യേണ്ടത്? യഅ്മുറൂന യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ വിളിക്കുക. യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണമെന്നവരെ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അവർക്ക് താക്കീത് ചെയ്യുന്ന, വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ വേണം നബിയെ, ഈ ഉമ്മത്തിൽ വേണം. അതുകൊണ്ടാണ് എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ അള്ളാഹുവിന്റെ ആജ്ഞ വന്നത്, ത്വായിഫത്തുൻ, ഒരു വിഭാഗം ആളുകൾ ഇൽമ പഠിക്കാനിരിക്കും. എല്ലാവരും യുദ്ധത്തിൽ പോയി മരിച്ചുപോയാൽ ഇവിടെ ഇൽമ നഷ്ടപ്പെട്ടു പോകും. ഒരു വിഭാഗം എന്ത് ചെയ്യണം? ഇൽമ പഠിക്കാൻ ബാക്കി നിന്നോട്ടെ മദീനയിൽ, എല്ലാവരും യുദ്ധത്തിന് പോവണ്ട. വലൗലാ നഫറ മിൻ കുല്ലി ഉമ്മതഖത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, ദീൻ പഠിക്കാൻ ഒരു വിഭാഗം മാറി നിൽക്കണമെന്നാണ്. എല്ലാവരും ഷഹീദുകളായി പോയാൽ ഈ ദീൻ ദഅവത്ത് ചെയ്യാൻ ആളുകളില്ലാതെ പോകുമല്ലോ. നമ്മുടെ ദൗത്യം അതാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയാം? ഇവിടെ ഗൾഫ് നാടുകളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ സത്യസന്ധരായിട്ട് ജോലി ചെയ്യുക, അതൊരു വലിയ ദഅവത്താണ്. അപ്പോ ഒരു നല്ല മതിപ്പ് നമ്മെ സംബന്ധിച്ച് വരുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ സത്യസന്ധരാണ്, അവര് വഞ്ചിക്കൂല, അവരവരുടെ ഹക്ക് എടുക്കുന്നുള്ളൂ. അവർക്ക് ഏതെല്ലാം രീതിയിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഏതെല്ലാം രീതിയിൽ അവർക്ക് ഒരു റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പൈസ പറ്റാൻ പറ്റും, അവരതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു വിഭാഗത്തെ നമുക്കൊന്ന് പഠിക്കണമല്ലോ. എന്താണ് അവരിങ്ങനെ ചിന്തിക്കാൻ കാരണം? അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ ദീൻ എന്താണ്? എത്രയോ ആളുകൾ നിങ്ങളത് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ആളുകൾ കൂടെ ആ രീതിയിൽ അങ്ങ് ആയിക്കഴിഞ്ഞാൽ വലിയൊരു ദഅവത്താണത്, വലിയ ദഅവത്താണ്. നമ്മൾ സത്യസന്ധരാകുക. കൂടെയുള്ള ആളുകളൊക്കെ പല രീതിയിലും അനിസ്ലാമികമായ രീതിയിൽ കാശ് സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എനിക്കത് വേണ്ട, എനിക്ക് അർഹമായ എന്റെ ശമ്പളം, എനിക്ക് ഹലാലായത് എനിക്കത് മതി. അല്ലാത്ത രീതിയിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി, കള്ള ബില്ലുണ്ടാക്കി എനിക്കതിന്റെ കമ്മീഷനൊന്നും വേണ്ട. എനിക്ക് ഹലാലായത്, എന്റെ കമ്പനി എനിക്ക് അനുവദിക്കുന്നത് അള്ളാഹുവിനെ പൊരുത്ത്, ഇത് മതി, അതിക്കിനി വേണ്ട. എന്തെങ്കിലും വേറെ വന്ന് ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്, മുമ്പ് വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾ തന്ന പെറ്റി കാശ് ഞാൻ എന്റെ നാട്ടിൽ പൈസ അയച്ചിട്ടുണ്ട്, അത് അന്ന് വിവരമില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് അറിവുണ്ടായി, നിങ്ങൾ തിരിച്ചെടുത്തേക്കണം, ഇതെന്റെ വക കമ്പനിക്ക്.
ഇതൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ പറയും വേണ്ട വേണ്ട നീ എടുത്തോ, എന്നാൽ തന്നെയും ആ ഒരു സന്നദ്ധത അത് വലിയ ദഅവത്താണ്. നമ്മുടെ ജോലി സ്ഥലങ്ങൾ, നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇതൊക്കെ അല്ലെ, ജോലിയാണ്, അതിൽ കാണിക്കുന്ന സിൻസിയറിറ്റി ദഅവത്താണ്. എന്നല്ല, നേരെ മറിച്ചാണ്. മുസ്ലിമാണോ, അവരെ പറ്റൂല, അവരെ വഞ്ചിക്കുന്നവരാണ്, അവര് പ്രശ്നക്കാരാണ്, അവര് കുഴപ്പക്കാരാണ്, ആ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നതെങ്കിൽ, നമ്മൾ പെരുമാറുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ചീത്തപ്പേരാണ് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ അതിന്റെ പ്രതിനിധികളാണ്, അതിന്റെ അംബാസഡേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ അത് വേണം, നമ്മുടെ സ്വഭാവത്തിൽ വേണം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അത് നമ്മൾ പാലിക്കണം. അങ്ങനെ വന്നാൽ ഒരുപാട് ആളുകൾ ദീനിലേക്ക് ആകർഷകരാകും, ഒരുപാട് ആളുകളുടെ എന്നേക്കുമുള്ള വിജയത്തിന് ഇത് കാരണമാവും. അള്ളാഹു നമുക്ക് ആ രീതിയിൽ അവന്റെ പൊരുത്തത്തിൽ ജോലി ചെയ്യാൻ, നമ്മുടെ ജോലികളൊക്കെ ബറക്കത്തുണ്ടാവാൻ, ഖൈറായ ജോലി അള്ളാഹു കൊടുത്തൊക്കെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദഅവത്ത് ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൻ തുടങ്ങിയ കാലഘട്ടത്തെ ചരിത്രം മഹാനായ ചരിത്ര പണ്ഡിതൻ മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അവരുടെ താരീഖിൽ വിവരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ചെറിയ കുട്ടിയാണ്, 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിമത്താണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ മെമ്പർഷിപ്പ് കിട്ടിയത് ഒരു വനിതക്കാണ്. ആർക്ക്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫസ്റ്റ് മെമ്പർഷിപ്പ് നബിയുടെ സ്വന്തം ഭാര്യയാണ്. അത് ഏറ്റവും വലിയ ദഅവത്താണ്, അത് ഏറ്റവും വലിയ ദഅവത്താണ്, അത് ഏറ്റവും വലിയ ദഅവത്താണ്. എങ്ങനെ? ഈ ദീൻ പുതിയൊരു ആശയം സമർപ്പിക്കുകയാണ്. ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്ന സമൂഹം ബിംബാരാധന ചെയ്യുന്ന സമൂഹമല്ലേ. അവിടെ നിന്ന് ഇത് നമുക്ക് പറ്റില്ല, അന്നഖല അൽ അൻദാദ്, ഈ ദൈവങ്ങളും പൂജകളും ഏർപ്പാടും നമുക്ക് പറ്റില്ല. നമുക്ക് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഇലാഹ് എന്ന ആ ഒരു പുതിയ ആശയം നബി തങ്ങൾ കൊണ്ടുവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിച്ചത് ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. സ്വന്തം സഹധർമ്മിണി, കൂടെ കഴിയുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, കൂടെ കഴിയുന്ന സ്വന്തം സഹധർമ്മിണി ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല. അങ്ങനെ ഒരു ഇംപ്രഷൻ സ്വന്തം ഭാര്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാ നബി തങ്ങളുടെ വിജയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ ഭാര്യയോട് ചെന്നിട്ട് ഏതെങ്കിലും പുതിയൊരു ആശയം എന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോട് പറയാം, പൊന്നാര പെണ്ണെ എന്ത് ചെയ്യാ, ഷാമാരിവിന്റെ അടിയിൽ കണ്ട ചെറുക്കന്മാർക്കുള്ള ഈ ഫേസ്ബുക്കിലെ ചാറ്റിങ്ങും ഇതൊക്കെ നിർത്തിയിട്ട് പൊന്നു പെണ്ണോ നിസ്കരിക്കാൻ നിൽക്ക്, പിന്നെ മഗ്‌രിബ് കളാക്കല്ലേ. നിങ്ങളിപ്പോ എന്നാ മൂല്യരായത്? കല്യാണം കഴിയുമ്പോൾ എന്റെ വാപ്പ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എഞ്ചിനീയറാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളെപ്പറ്റി ഒരു മതിപ്പൊരുക്കുണ്ട്, ആ മതിപ്പ് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യം വിശ്വസിക്കുന്ന ഖദീജ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹ. തങ്ങളിത് പറഞ്ഞപ്പോഴേക്കും ലാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം, അല്ലാഹു നിങ്ങളെ അപായപ്പെടുത്തൂല എന്റെ ഭർത്താവേ, ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്ന ആളാണ്. ആര് പറഞ്ഞു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കുടുംബബന്ധം ചേർത്താന്നൊക്കെ പറഞ്ഞെന്താ? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കുണ്ട് ഏർപ്പാട്. അപ്പൊ ഭർത്താവിന്റെ സ്വന്തം പെങ്ങളുണ്ടാവും, സ്വന്തം അനുജനുണ്ടാവും, ജ്യേഷ്ഠനുണ്ടാവും. അവരെന്തെങ്കിലും സഹായിക്കുമ്പോഴേക്കും പിന്നെ നിങ്ങൾ പെങ്ങളെ വല്ലാതെ നോക്കണ്ട കേട്ടോ, ഇത്രയൊക്കെ ഓവറാണ്. ഭാര്യമാര് കുടുംബം മുറിക്കാനാ നോക്കുക. ഓൾക്കുള്ള ഭാര്യ ഭർത്താവില്ലേ, ഓൾക്ക് പെങ്ങളെ അയച്ചു കൊടുത്തിട്ട് വേണോ, നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വളഞ്ഞ ബുദ്ധി പോകുന്നുണ്ട്. ഇന്നക ലതസിലുർ റഹീം, ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുക, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കുന്ന ആളാണ്, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. ഇന്നക ലതസിലുർ റഹീം വതുഈനു അലാ നവാഇബിൽ ഹഖ്, നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, അവരെ സഹായിക്കാൻ പോകുന്ന ആളല്ലേ, നാട്ടുകാർക്ക് ഇറങ്ങുന്ന ആളല്ലേ നബിയെ നിങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവടിയൂല. ഖദീജ റളിയല്ലാഹു അൻഹ പറയാം, നമ്മളെ പെണ്ണുങ്ങൾ എന്ത് പറയും? പൈസ ഒക്കെ തീർന്നില്ലേ, മതി മതി, എന്തേ ഇനി പോക്ക്, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ പൈസ, ഇവിടെ പൈസ, ഇപ്പൊ നമ്മളെ കുട്ടിയൊക്കൊന്നുമില്ല, നിങ്ങൾ നമ്മൾ അനുഭവിക്കുക. ഇത് നമ്മളെ പെണ്ണുങ്ങൾ പറയും. ഖദീജ ബീവി പറഞ്ഞു കൊടുക്കണം, അതല്ല, നിങ്ങൾ നാട്ടുകാരെ സഹായിക്കുന്ന ആളല്ലേ നബിയെ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. വതസ്ദുഖുൽ കലാം, നിങ്ങൾ സത്യം പറയുന്ന ആളാണ് നബിയെ.
അതുകൊണ്ട് ലാ യഖ്സികല്ലാഹു അബദാ, അല്ലാഹ് നിങ്ങളെ കൈവടിയൂല. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ സംഭവിച്ചത് അപകടമല്ല. നബിക്ക് പനി ബാധിച്ച് വിറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ദസ്സിറൂനി ജമ്മിലൂനി, പുതപ്പ് തരി, എനിക്ക് കിടക്കണം, എനിക്ക് പനി വരുന്നുണ്ട്, തണുപ്പ് വരുന്നുണ്ട്. പേടിച്ചിരിക്കുമ്പോഴാ ഖദീജ ബീവി പറയുന്നത്, പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹു കൈവടിയൂലല്ലോ, നിങ്ങൾക്ക് ഈ നന്മകളൊക്കെ ഉള്ള ആളല്ലേ. ആദ്യമായി ഹബീബിൽ വിശ്വസിക്കുകയാണ് സ്വന്തം ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ. വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് വീട്ടുകാരുടെ ഇടയിൽ വലിയ മതിപ്പൊന്നുമില്ലെങ്കിലേ വലിയ കാര്യമൊന്നുമില്ല, നാട്ടുകാരുടെ മതിപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്വന്തം വീട്ടുകാരിൽ സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, ഉമ്മവാപ്പമാർ, നമ്മുടെ ആങ്ങള പെങ്ങളന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർക്ക് നമ്മളെ ഒരു ഇംപ്രഷൻ തോന്നുന്നുണ്ടോ, അതാ നമ്മുടെ നല്ല സ്വഭാവം. ബാക്കിയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ മേക്കപ്പ് ഇട്ട് നടക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ആളാവാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ സ്വന്തക്കാരുടെ അടുത്ത് നന്നാവാൻ വലിയ പണിയാണ്. അത് നന്നായാൽ അത് വലിയൊരു ദഅവത്താണ്. അവിടം കൊണ്ട് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖദീജ ബീവിയും നബി തങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആദ്യം നിസ്കാരം ഫറലാക്കപ്പെടുന്നത് മദീനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ്. മദീനയിൽ ചെന്നതിന്റെ ശേഷം അതിന്റെ കൃത്യമായ വിവരണങ്ങൾ നബി തങ്ങൾ കൊടുക്കുന്നു. സ്വഹാബത്ത് നബി തങ്ങൾക്ക് അപ്പോഴും മക്കയിൽ നബി തങ്ങൾക്ക് നിസ്കാരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം ഫറലായിട്ടില്ല. സ്വഹാബത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്നല്ലാതെ ഫറലായ നിസ്കാരങ്ങൾ വരുന്നത് അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് മദീനയിൽ ചെന്ന ഉടനെയാണ്. കാരണം മിഅ്റാജ് നടക്കുന്നത് മദീനയുടെ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പാണ്. മക്കയിൽ നിന്ന് തുടങ്ങി, പക്ഷെ അത് മദീനയിൽ എത്തുമ്പോഴാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില രൂപങ്ങൾ കാണുകയാണ്. കാരണം അവര് ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന രംഗേ കണ്ടിട്ടുള്ളൂ. ഇത് തക്ബീറും നിസ്കാരവും ഖുർആനും റുകൂഉം സുജൂദും തശഹുദിന്റെ ഇരുത്തമൊക്കെ കണ്ടപ്പോ യാ മുഹമ്മദു മാ ഹാദാ യാ മുഹമ്മദു, എന്റെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണിത് എന്ന് അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറഞ്ഞു ദീനുല്ലാഹില്ലദി ഇസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ദീനാണിത്. വബഅസ ബിഹി റസുലഹ്, ഇത് പഠിപ്പിക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഅദ്ഉക ഇലല്ലാഹി വഹദ, അതുകൊണ്ട് മോനെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വഇലാ ഇബാദതി, അല്ലാഹുവിലേക്കും അവന്റെ ഇബാദത്തിലേക്കും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വതക്ഫുറ ബില്ലാത്തി വൽ ഉസ്സ, ഈ ലാത്ത ഉസ്സ മനാത്ത് വദ്ദ സുവാഅ യഊസ് വയഊഖ് നസർ, ഈ ദൈവങ്ങൾ ഇതൊന്നും നമുക്ക് വേണ്ട, കൈവടിയണം മോനെ. 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ നബി തങ്ങൾ ദഅവത്ത് ചെയ്യാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ്. എന്റെ വാപ്പ അബൂ ത്വാലിബ് കേട്ടാ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വാപ്പയോട് അബൂ ത്വാലിബിനോട് ചെന്ന് പറയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബൂ ത്വാലിബ് എന്നവര്, അവർ മുസ്ലിമായില്ല. അപ്പോ ഈ സംഭവം നടക്കുമ്പോ അലി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ വാപ്പയോട് ചോദിക്കട്ടെ, അബൂ ത്വാലിബ് എന്നവരോട് ചോദിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, യാ അലി ഇല്ലം തുസ്ലിം ഫക്തും, അലിയെ നിങ്ങൾ മുസ്ലിമാവുന്നില്ലെങ്കിൽ, നിങ്ങൾ മുസ്ലിമാവാൻ താല്പര്യമില്ലെങ്കിൽ ഫക്തും, ഇത് മറച്ചു വെക്കണം. ഞാനും ഖദീജ ബീവിയും ചെയ്യുന്ന ഈ കാര്യം ഇപ്പൊ ഔട്ട് ചെയ്യരുത്. ചില വിഷയങ്ങൾ മറച്ചു വെക്കേണ്ട സമയം അത്രയും മറച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇത് ഫ്ലാഷ് ആക്കരുത്. ആളുകളുടെ ഇടയിൽ ഇപ്പൊ എത്തിക്കേണ്ട സമയമായിട്ടില്ല. സ്വകാര്യമായ ദഅവത്താണ് ആദ്യത്തെ 3 വർഷം നടന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായിട്ട് സ്വന്തം അടുത്തോട് മാത്രം പരസ്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അലിയെ നിങ്ങൾ മുസ്ലിമാവുന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, നിങ്ങളിത് മറച്ചു വെക്കണം കേട്ടോ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അന്ന് രാത്രി പോയിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഒരു 10 വയസ്സുള്ള കുട്ടിയെ അവരാലോചിക്കൽ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആയിരിക്കും നമ്മളെ കുട്ടികൾ, അല്ല ഗെയിമിനെ കുറിച്ച്. അലി റളിയല്ലാഹു അൻഹു തൗഹീദിനെ കുറിച്ച് ആലോചിക്കുകയാണ്. 10 വയസ്സിൽ താഴെയാണ് പ്രായം. രാത്രിക്ക് രാത്രി എന്നെ തോന്നി, എനിക്കതിൽ വിശ്വസിക്കണമല്ലോ, എനിക്കതിൽ വിശ്വസിക്കണം. സ്വന്തം എളാപ്പയുടെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബ് എന്നവരുടെ സഹോദരൻ അബ്ദുള്ള എന്നവർ, അവരുടെ മോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എളാപ്പയുടെ മകനായി പറയുന്നത് എന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ക്ഷണം അലി റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ രാവിലെ വന്നിട്ട് ചോദിച്ചു, മാ അറൽത അലയ്യ യാ മുഹമ്മദു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താണ് എന്നോട് ഇന്നലെ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാവിലെ വന്ന് ചോദിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഒരുവനാണ്, അവന്റെ കൂടെ ഒരാളും പങ്കുകാരില്ലെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. വതക്ഫുറ ബില്ലാത്തി വൽ ഉസ്സ, ലാത്ത ഉസ്സ പോലെയുള്ള ബിംബങ്ങൾ അത് നിങ്ങൾ അവിശ്വസിക്കണം. വതബ്റഅ മിനൽ അൻദാദ്, ബിംബാരാധന നിങ്ങൾക്ക് പാടില്ല.
ഇത്രയേ ഉള്ളൂ, എന്നാൽ ഞാൻ മുസ്ലിം ആവുകയാണ്, ഞാനത് സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചെറിയ കുട്ടിയായ അലി റളിയല്ലാഹു തആല അൻഹു, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അങ്ങനെ നബി തങ്ങൾക്കും അലി എന്നവരൊക്കെ നിസ്കരിക്കണം. നബി തങ്ങൾ, അലി തങ്ങൾ മുസ്ലിമായപ്പോ ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്, അതിന്റെ കസിനാണ്. അപ്പൊ നബി തങ്ങൾ നിസ്കരിക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കാൻ വയ്യ. നബി തങ്ങൾ മക്കയിലെ മലഞ്ചെരുവുകൾ ചേരി പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളെയും കൂടി പോകും. അലിയെ നമുക്ക് നിസ്കരിക്കണം, പോവല്ലേ? പോവാ. അങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു നിബിതങ്ങളും. അലി റളിയല്ലാഹു അൻഹു നടന്ന് വിജനമായ സ്ഥലത്ത് കുറച്ച് മരങ്ങളുടെ മറവോ തണലോ കിട്ടിയാൽ അവിടെ നിസ്കരിക്കാനുള്ള പായ വിരിച്ച് രണ്ടുപേരും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ്, അന്നത്തെ ഖിബ്ല അതാണ്, അവർ നിസ്കരിക്കുന്നു റസൂലുള്ളാഹി തങ്ങളുമായി. നിസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരും. രാവിലെ പോവാ. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഖിലാഫത്തൊക്കെ വരുന്നതിന്റെ കാരണം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ചെറിയ ആ പ്രായത്തിൽ നബിയോടൊപ്പം ദീൻ പിടിച്ച മഹാനാണ് അലി റളിയല്ലാഹു തആല. നബി ഞങ്ങൾ അവരെ കൈപിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ 10 വയസ്സായുള്ള കുട്ടിയെ നമ്മളൊന്ന് കൊണ്ടുപോകുന്നത്, മോനെ വാ നമുക്കൊരു സിയാറത്ത് ടൂർ പോവാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പള്ളികളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കാം എന്ന് പറഞ്ഞു പോയാൽ, പൊന്നാരമ്മ ഇപ്പൊ വേണോ? 10 വയസ്സുള്ള കുട്ടികൾ ഇപ്പൊ അങ്ങനെ പറയാം അല്ലേ? അവിടെ എന്ത് ഫണ്ണുണ്ടാവും? അവിടെ ബാസ്കിൻ റോബിൻസ് കിട്ടുമോ? അവിടെ അത് അവർക്ക് അറിയേണ്ടത് തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള സംഗതികളാണ്. നമ്മുടെ മക്കൾ അതിന് കിട്ടുമോ? അത് അലി റളിയല്ലാഹു അൻഹു പോവാൻ. എയർ കണ്ടീഷൻ ഉണ്ടോ? മരുഭൂമിയിലേക്കായി പോകുന്നത്. അങ്ങനെ നിരന്തരം നബി തങ്ങൾ അലി തങ്ങളെ കൊണ്ടുപോകും. രണ്ടുപേരും രാവിലെ പോയി വൈകുന്നേരം എത്രത്ര നിസ്കരിക്കും, എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. അങ്ങനെയാണ് ആദ്യത്തെ ദഅവത്ത് നടക്കുന്നത്. അതിന്റെ ഇടക്ക് ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് എവിടെയോ വാപ്പയായ അബൂ ത്വാലിബ് ഇത് കണ്ടു. അലിയോട് ചോദിച്ചു, അലിയെ, മുഹമ്മദ് നബി രണ്ടുപേരോടുണ്ട്, തങ്ങളുണ്ട്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇതെന്താണിത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു അബൂ ത്വാലിബ് എന്നവരെ, ഐ അമ്മി ഹാദാ ദീനുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. വദീനു മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദീൻ ഇതാണ്. വദീനു റസൂലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളുടെ ദീനാണിത്. വദീനു അബീന ഇബ്രാഹിം, നമ്മുടെ വാപ്പ ഇബ്രാഹിം നബി ചെയ്തതും ഇത് തന്നെയാണ്. ബഅസനില്ലാഹു റസൂലൻ ഇലൽ ഇബാദ്, മനുഷ്യർക്ക് മുഴുവനും റസൂലായിട്ട് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. വഅൻത യാ അം, എന്റെ മുത്താപ്പ, നിങ്ങൾ അഹഖു മൻ ബദൽതു ലഹു നസീഹ, ഏറ്റവും നല്ല ഉപദേശം ഞാൻ തരേണ്ടത് നിങ്ങൾക്കാണ് മുത്താപ്പ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ ഞാൻ സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വദഅഉതുഹു ഇലൽ ഹുദാ വഹഖു മൻ അജാബനി വആനനി അലൈഹി, നിങ്ങൾക്ക് ഇതിന് മറുപടി തരാൻ കഴിയുമെങ്കിൽ നിങ്ങളാണ് അതിന് ഏറ്റവും അർഹർ. ഈ വിഷയത്തിൽ എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണ് അത് ഏറ്റവും ചെയ്യാൻ അർഹതപ്പെട്ട ആൾ. അതുകൊണ്ട് മുത്താപ്പ, നിങ്ങളും വരുന്നോ ഈ ദീനിലേക്ക് എന്ന് മുത്താപ്പയെ ക്ഷണിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ദഅവത്താണ് നടക്കുന്നത്. നമുക്ക് അങ്ങനത്തെ എളാപ്പാരെ മുത്താപ്പാരൊക്കെ ഉണ്ടാവും. പച്ച ഹറാമായി ബിസിനസ് നടക്കുന്ന മുത്താപ്പാരെ എളാപ്പാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എളാപ്പയോടോ മുത്താപ്പയോടോ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പൈസ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ? ഇത് ഹലാലാവണ്ടേ, അള്ളാഹുവിനെ പൊരുത്താവണ്ടേ, മരിച്ചു പോകണ്ടേ? നമ്മൾ ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? ഇതൊക്കെ നമ്മുടെ സ്വന്തം എളാപ്പയോട് മുത്താപ്പയോട് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എങ്ങനെ ദഅവത്ത് ചെയ്യണം എന്നതിന്റെ ചില ടെക്നിക്കുകൾ ഈ ആയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ക്ഷണിക്കുകയാണ് മുത്താപ്പയെ. മുത്താപ്പ പറഞ്ഞു, മോനെ, എനിക്ക് എന്റെ പഴയ പ്രസ്ഥാനം, എന്റെ പഴയ പാർട്ടി അത് വിടാൻ പറ്റൂല. ഇതാണ് വലിയ വിഷയം. എത്രയോ ആളുകൾക്ക് സത്യം ബോധ്യപ്പെട്ടിട്ട് അത് തിരിച്ച് ഇങ്ങോട്ട് ഞാൻ നടക്കട്ടെ എന്ന് തോന്നുമ്പോൾ ഒരു മടി വരുന്നത്, പിന്നെ ഞാൻ മൂപ്പരപ്പം കൂടിയതല്ലേ, അല്ലെങ്കിൽ മറ്റേ ആൾ കൂടെ പോയില്ലേ, ഇനിയിപ്പോ ഞാൻ പോന്നാൽ, ഞാൻ പഴയ കാലത്ത് അതിന്റെ സെക്രട്ടറി ഫസ്റ്റൊക്കെ അല്ലേ, ഞാനിപ്പോ അതിന്ന് പോന്നാൽ എന്റെ ഇമേജ് നഷ്ടപ്പെടുവോ? പച്ചക്കള്ളവും പച്ച രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സർവ്വസംഗതികളുമായി നടക്കുന്നത് ഈ സംഘത്തിന്റെ കൂടെ ഞാൻ നിൽക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടിട്ടും പോരാതിരിക്കുന്ന ആളുകളുണ്ട്. അത്രയും ധൈര്യത്തിൽ ഇറങ്ങിപ്പോരുന്ന ആളുകൾ അവരാണ് ആൺകുട്ടികൾ. അതിന്റെ പിന്നാലെ വരുന്ന എല്ലാ പ്രളയവും സഹിക്കാൻ തയ്യാറായി സത്യം ബോധ്യപ്പെട്ട് തിരിച്ചു വരുന്നവർ. അങ്ങനെ ഒരു കറേജ്, ഒരു മോറൽ കറേജ്, ധാർമ്മികമായൊരു ധൈര്യം, അത് സത്യവിശ്വാസിയുടെ കൈമുതലാവണം. നമ്മൾ അന്ധമായി ഒന്നിന്റെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളും അത് ശരിയായ രീതിയിൽ വളരെ അള്ളാഹുവിന് പൊരുത്തമുള്ള ഇടത്ത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളിടത്ത് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ളാഹു നമ്മൾക്ക് ഇസ്തിഖാമത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ ഖൈറായ മാതൃക തങ്ങളാണ്. തങ്ങളുടെ ആ മാതൃക വെച്ച് നമുക്ക് മുന്നേറണം. നമ്മുടെ ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഫിലിം കാസറ്റുകൾ വിൽക്കുന്ന ഒരു കടയിൽ ജോലി ചെയ്തൊരു അനുഭവം അദ്ദേഹം തന്റെ ജീവിത കഥയിൽ വിവരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ തബൂക്കിൽ അവിടെ ഒരു CD വിൽപ്പന കടക്കാരനാണ്. അപ്പോൾ വിൽക്കുന്ന CD-കൾ പലതും പല അബദ്ധങ്ങളുണ്ടാകും. ഒരിക്കലും കാണാൻ പാടില്ലാത്തത്, ഒരിക്കലും നോക്കാൻ പാടില്ലാത്തത് വരെ വിൽക്കപ്പെടുന്ന അവസ്ഥകൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വളരെ കരുതലോടുകൂടെ നിൽക്കണം. നമ്മുടെ നാടുകളിലുള്ള പെണ്ണുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, സർവ്വതും ഓൺലൈൻ ആയതുകൊണ്ട് CD വാങ്ങി പോകേണ്ട വിഷയങ്ങൾ വരുന്നില്ലല്ലോ. നാട്ടിൽ നടക്കുന്ന ചില വിഷയങ്ങളൊക്കെ പെണ്ണുങ്ങൾ, ഞാനത് അറിഞ്ഞു കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്ങാനും എൻ്റെ ഒരു സുഹൃത്ത്, തലശ്ശേരി ഭാഗത്തുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ അയൽപക്കത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ അയൽപക്കത്തെ പെണ്ണ് ഏതോ ഒരു സിനിമയുടെ CD വേണമെന്ന് CD-യിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു. അതെന്തോ അന്നത്തെ ഒരു സിനിമ കാണണമെന്ന് പൂതി തോന്നിയിട്ട് ഇവൻ കൊണ്ടുപോയി കൊടുത്തു. വളരെ മോശപ്പെട്ട വൾഗറായ പോണോഗ്രഫിയുടെ ഒരു CD കൊണ്ടുപോയി കൊടുത്തു. ഇവള് വിളിച്ചു, എന്തെനിക്ക് കൊണ്ടുവന്നത്? ഞാൻ ചോദിച്ചതല്ലല്ലോ കൊണ്ടുവന്നു. സോറി മറന്നു തിരിച്ചു കൊണ്ടുപോയി. അവ ചോദിച്ചത് കൊടുത്തു. അപ്പൊ എന്താണല്ലോ ഇത് മനഃപൂർവ്വം കൊടുക്കുക. അവർക്ക് കിട്ടേണ്ടത് കൊടുക്കാതെ ഇവൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുക. എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആകൃഷ്ടയായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കൊണ്ടുപോകാമല്ലോ. അബദ്ധമാണ് എന്ന് തോന്നിപ്പിക്കുക, പക്ഷെ ഡെലിബറേറ്റ് എഫേർട്സ്. ഈ രീതിയിൽ പിശാച്ച് മനുഷ്യന്റെ കൂടെ ഇടപെടുന്ന കാലമാണിത്. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ വളരെ പേടിയിലും വളരെ ആശങ്കയിലുമാണ് നമ്മളൊക്കെ. കാരണം മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകത്താ അവർ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കും അവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു ഇസ്തിഖാമത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇയാളെ CD വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ കാലം അത് കണ്ട് മടുപ്പ് വരുന്നൊരു നേരമുണ്ട്. അപ്പോഴാണ് നല്ല മുഖപ്രസന്നതയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കടയിലേക്ക് കയറി വരുന്നത്. ഇയാൾക്ക് കൈകൊടുത്തു, സലാം പറഞ്ഞു. വളരെ മുഖപ്രസയോടുകൂടെ ആ കൈപിടുത്തത്തിലൊക്കെ ഒരു നല്ലൊരു ഊഷ്മളത. അയാൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? വളരെ സന്തുഷ്ടരായിട്ട് നടക്കുന്നവർ ഇങ്ങനെയുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് ഇയാളോട് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, ഈ കാണുന്ന ഒരു ദീനിയായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരനെ എന്റെ കടയിൽ വന്ന് ഇവിടെ കൊടുക്കുന്ന CD വാങ്ങേണ്ട വല്ല കാര്യമുണ്ട്? എന്തിനായിരിക്കും ഇയാൾ വന്നത്? എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നിനല്ല വന്നത്. പിന്നെ ചെറുപ്പക്കാരാ, നിങ്ങൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. നിങ്ങളിവിടെ വിൽപ്പന ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് പൊരുത്തുള്ളതായിരിക്കോ? നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഞാനതൊന്നും ചിന്തിക്കാറില്ല. ഞാൻ ജോലിക്കാരനാണ്, ശമ്പളക്കാരനാണ്. ആയിക്കോട്ടെ, ഇതാ എന്റെ കയ്യിലൊരു CD ഉണ്ട്. നിങ്ങളൊന്ന് സൗകര്യപ്പെടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇയാൾ പോയി. ആ CD-യിൽ നടന്നിരുന്ന ഒരു പ്രഭാഷണമാണ്. അത് പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും ഈ ദീനിന്റെ പ്രാമാണികതയും സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിനിമയും മറ്റേതൊക്കെ മടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന നേരത്തെ എനിക്കിത് ഭയങ്കര രസം തോന്നി. മടുപ്പ് വന്നിരിക്കാൻ, സർവ്വബാത്തിലും വേണ്ടാത്തലും കണ്ടിട്ട് മടുപ്പ് വന്നിരിക്കാൻ. അപ്പൊ എനിക്കിത് വാള് കേട്ടപ്പോൾ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. വല്ലാത്ത രസം തോന്നി, നല്ല സന്തോഷം തോന്നി. അപ്പോ അന്ന് രാത്രി ഇയാൾ കരഞ്ഞു. ഒരു കുട്ടി കരയണ പോലെ തേങ്ങി കരഞ്ഞു. പടച്ചവനെ, ഞാൻ എന്റെ അള്ളാഹുവിനെ അറിയില്ലോ. ഞാൻ എത്ര കാലമായി അള്ളാഹുവിന് അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സുജൂദ് ചെയ്യാൻ കഴിയാതെ എത്ര കാലമായി ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. അള്ളാഹുവെ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അതും അള്ളാഹുവിന്റെ റസൂലൊക്കെ ജീവിച്ചു പോയൊരു നാടിന്റെ പരിസരത്ത്. അന്നൊക്കെ രാത്രി ഈ മനുഷ്യന്റെ മനസ്സിൽ പാപമോചനത്തെ സംബന്ധിച്ചുള്ള ചിന്തകളായി. ജോലി അവിടെ തന്നെ തുടർന്ന് കുറച്ചു കാലം. എന്നിട്ട് തന്റെ കസ്റ്റമേഴ്സിനോട് പറയും, പിന്നെ ഈ കൊണ്ടുപോകുന്ന സാധനം ഇത് സുഖമുള്ള കാര്യമല്ല. ഞാനോടത്ത് ജോലിക്കാരനാണ്, നിങ്ങൾ ചോദിച്ചുകൊണ്ട് വിൽക്കില്ല, നിർവാഹമല്ല. പക്ഷേ ഇത് നല്ലതല്ല കേട്ടോ, ഇത് പിശാചിന്റേതാണ്, ഇത് തോന്നിവാസമാണ്. ഞാൻ വരുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എനിക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മാറ്റം വേണം. അടുത്ത വർഷം 2 കടകൾ അപ്പുറത്ത് ഇസ്ലാമികമായ CD-കളൊക്കെ വിൽക്കുന്ന ഒരു ബുക്ക് ഷോപ്പിലേക്ക് അദ്ദേഹത്തിന് മാറ്റവും കിട്ടി. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, 5 വർഷം ഞാൻ അവിടെ ചെയ്ത ജോലിയും ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയും എന്തൊരു വ്യത്യാസം. റമളാൻ വന്നു, അയാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് റമളാൻ വരുമ്പോ ഇങ്ങനൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. റമളാൻ വരുമ്പോ എന്താ ചെയ്യാ, റമളാനല്ലേ. അങ്ങനെ ഇന്നിപ്പോ എനിക്ക് ആനന്ദമാണ്. ഞാൻ ഖുർആനൊക്കെ എടുത്തു നോക്കി ഇങ്ങനെ കരയും. അള്ളാഹുവിന്റെ ഈ കലാം എന്റെ മുമ്പിൽ ഒരുപാട് കോപ്പികൾ ഉണ്ടായിട്ട് ഒന്ന് എടുത്തു നോക്കി ഓതാൻ എനിക്ക് ഇതുവരെ അവസരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് തന്റെ പുതിയ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ, ഞാൻ ഒരു പുതിയ കുട്ടിയായി ജനിക്കുകയാണ്.
അങ്ങനെ വലിയൊരു മാറ്റം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുമാത്രമല്ല, പഴയ സ്പോൺസറെ അയാൾ വിളിച്ചു, അയാളെ ചെന്ന് കണ്ടു, അയാളോടും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് ശരിയല്ലല്ലോ, നമ്മൾ ഒന്ന് ആലോചിക്കണ്ടേ, നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന എത്ര മോശപ്പെട്ടതാണ്, ഇത് വേണോ, നമ്മളിത് ചെയ്യണോ, പിശാചുക്കൾ ഇത് ചെയ്യുന്നില്ലേ, ഞാനും നിങ്ങളും ഇതിന് കാരണക്കാരാവണോ എന്ന ഷോപ്പ് ഉടമയോട് ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, അയാളത് സ്വീകരിച്ചു. ആ കടപ്പ് അയാൾ കൂട്ടിയിരിക്കുകയാണ്. അത് നല്ലൊരു വലിയൊരു റിസൾട്ട് ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വന്നു. വലിയൊരു മാറ്റത്തിനത് കാരണമായി. എന്തേ കാരണം എന്നറിയോ? ആ ഷോപ്പിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത്, ഇതാ സമയം കിട്ടുകയാണെങ്കിൽ കണ്ടു നോക്കേ, ഇത്രേ പറഞ്ഞുള്ളൂ. ദഅവത്ത് ചെയ്യാൻ ഇത്ര വളരെ സരളമാണ്, വളരെ എളുപ്പമാണ്. കൂടുതലൊന്നും അയാൾ ചെയ്തില്ല. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു മുഖപ്രസന്നത. നിങ്ങൾ അവരെ വഞ്ചിക്കാനോ തൊട്ടിക്കൊണ്ടുപോകാനൊന്നുമല്ല വന്നിട്ടുള്ളത്. എന്തിനാണ്? അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാനോ. വേറെ ഒരു ലക്ഷ്യവും നിങ്ങളുടെ മുമ്പിലില്ല. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസീദ് എടുത്തു കൊടുക്കരുത്. പിന്നെ ഞങ്ങൾ നാട്ടിലെ പച്ചയായ ദഅവത്ത്, പച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, വേറെ ഒരു ലക്ഷ്യവും അതിന്റെ പിന്നിലില്ല. ആ രീതിയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരും. എന്തിന് ജീവിക്കുന്ന എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അല്ലാഹു തആല ഈ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള മാർഗം, അതിന്റെ ശൈലി ഈ പെരുമാറ്റങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഏറ്റവും വലിയ ദഅവത്ത്. അള്ളാഹു നമ്മുടെ ജീവിതങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കും ആ മഹാനെ കുറിച്ച്. ബസ്ര കണ്ട ഇസ്ലാമിക ലോകം കണ്ട പ്രഗത്ഭനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു. ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ ബസ്രയിലെ പ്രസിദ്ധമായ അൽ മസ്ജിദുൽ കബീർ, അവിടുത്തെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ അവരുടെ ദർസ് നടക്കും. അന്നൊരു ദർസ് നടക്കുന്നത് സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ, മുസ്ലിമായി നടക്കുന്ന ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കൽബുകൾ പേടിക്കാൻ ഇനിയും നേരമായില്ലേ? അവർ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്? മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നേരമായില്ലേ, സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. നാളെ കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, ഹസനുൽ ബസ്രി തങ്ങളെ, അയ്യുഹ ശൈഖ്, ശൈഖ് അവറുകളെ, അയഖ്ബലുല്ലാഹുൽ ഫാസിഖൽ ഫാജിറ മിഥ്ലി ഇദാ താബ്, എന്നെ പോലെ സർവ്വതമ്മാടിത്തങ്ങളും ചെയ്ത എന്നൊക്കെ അള്ളാഹു സ്വീകരിക്കോ? ഞാനൊക്കെ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരുമോ? എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഇനി തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ആ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ഹസനുൽ ബസ്രി തങ്ങളുടെ ഒറ്റ മറുപടി, നഅം യഖ്ബലു തൗബതക അൻ ഫിസ്ഖിക വഫുജൂരിക, എന്തെല്ലാം തിന്മകൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, അള്ളാഹുലേക്ക് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി, റബ്ബേ ഇനി ഞാൻ ഈ പണി ചെയ്യില്ല റബ്ബേ, അള്ളാഹുവിന് വാക്കുകൊടുക്കുക. അള്ളാഹു ഞാൻ ചെയ്തത് വലിയ കുറ്റമാണ്, നീ പുറത്തു തന്നില്ലെങ്കിൽ നീ നരകത്തിലെ ദുനിയാവിലെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ ഞാൻ പോയി കിടക്കേണ്ടവനാണ്. അള്ളാഹു ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, ഞാൻ സങ്കടപ്പെടുകയാണ്, ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഇത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇതങ്ങ് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഒന്ന് അട്ടഹസിച്ച് ബോധം കെട്ട് വീഴാൻ പറഞ്ഞ മാറ്റത്തിന്റെ തുടക്കമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ചില ആളുകൾ, ഹസനുൽ ബസ്രി തങ്ങളെ പോലുള്ള ആളുകൾ, അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി, യാ അല്ലാഹ് 60 ലക്ഷത്തോളം ആളുകൾ മുസ്ലിമായിട്ടുണ്ടെന്നാണ്. തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ മില്യൺ കണക്കിനാണ്. അവരുടെ വാള് കേട്ടിട്ട് മഹാനായ പണ്ഡിതൻ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീഴാണ്. വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ബോധം തെളിഞ്ഞപ്പോ, അയാ ശാബു ലിറബ്ബിൽ അർശി ആസി അതദ്രി മാ ജസാഉ ദവിൽ മആസി, ചെറുപ്പക്കാരാ, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നവർ അവർക്കറിയുമോ തെറ്റിന്റെ ശിക്ഷ എന്തൊക്കെയാണെന്ന്? സഈറുൻ ലിൽ ഉസാതി ലഹ സഫീറു വഗൈദുൻ യൗമ യുഖദു ബിന്നവാസി, മനുഷ്യന്റെ തലമുടി പിടിച്ച് മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ദിവസം തെറ്റ് ചെയ്തവർക്ക് നരകമാണ്. ഫഇൻ തസ്ബിർ അലൻ നീറാനി ഫഅസി, നരകം നിനക്ക് സഹിക്കാനുള്ള താക്കത്തുണ്ടെങ്കിൽ, കെൽപ്പുണ്ടെങ്കിൽ നീ കള്ളു കുടിച്ച് നടന്നോ. വഇല്ലാ കുൻ അനിൽ അസ്യാനി ഖാസി, അതല്ലെങ്കിൽ തെറ്റൊക്കെ നിർത്തിക്കോ. നരകം സഹിക്കാൻ പറ്റൂലേ, തെറ്റ് നിർത്തിക്കോ.
فيما قد كسب من الخطايا رهنت النفس فاجهر في الخلاص. കുറെ തെറ്റെയ്തില്ലേ, നന്നായിക്കോ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടാമതും ബോധം കെട്ടി വീഴുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാത്തിരുന്നു. ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഹൽ യഖ്ബലു റബ്ബുർ റഹീം തൗബത ലഈമിൻ മിസ്ലി, എന്നെ പോലെ വളരെ നിസ്സാരനായ തോന്നിവാസം ചെയ്യുന്ന ആളുടെ തൗബയൊക്കെ അല്ലാഹു സ്വീകരിക്കുമോ? ഹസൻ ബസ്രി, ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കോ? ഞാൻ ചെയ്ത കുറ്റക്കേട് എത്രയാണ്, എന്നെ അല്ലാഹു സ്വീകരിക്കോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹൽ യഖ്ബലു തൗബതൽ അബ്ദിൽ ജാഫി ഇല്ല റബ്ബുൽ മുആഫി, തെറ്റ് ചെയ്തവന്റെ പാപങ്ങൾ മാപ്പ് ചെയ്യുന്ന അല്ലാഹു അല്ലാതെ ആരാണ് സ്വീകരിക്കുക? അല്ലാഹു മുആഫിയാണ്. മുആഫി എന്ന് പറഞ്ഞാൽ അഫു ചെയ്യുന്നവൻ. അഫു ചെയ്യണമെങ്കിൽ മാപ്പ് ചെയ്യണം, മാപ്പ് ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കല്ലേ മാപ്പ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾക്ക് മടങ്ങി വരാൻ അല്ലാഹുവിന്റെ തിരുമുറ്റമല്ലാതെ മറ്റെന്താണുള്ളത്? മനുഷ്യൻ തലയുയർത്തി ഇവിടെ ദുആ ചെയ്തു, റബ്ബേ ഞാൻ ഈ നിമിഷം നന്നാവുകയാണ്, പടച്ചോനെ എന്നെ നന്നാക്കിത്താ. ആ മനുഷ്യൻ പിന്നെ പോകുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. ആ ഒരൊറ്റ വന്ന് എഴുന്നേറ്റ് പോവാൻ പുതിയൊരു മനുഷ്യനായിട്ട്. ഇതൊരു ദഅവത്താണ്. അല്ലാഹു ആ രീതിയിൽ കൂലി കിട്ടുന്ന ദഅവത്തുകളായി നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ചെറിയ വാക്കുകൾ എങ്കിലും ഒരു നന്മ ഒരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ വലിയ നന്മകളാണ്. ഒരുപാട് ആളുകൾ എത്രയോ രീതിയിൽ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ദഅവത്ത് ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ, ഞാൻ തന്നെ അറിയാത്ത കുറേ ആളുകൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ആരാധൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ല. എത്രയോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഒന്ന് രണ്ടാളുകൾ പരിചയപ്പെടുന്നത്. ഇവരൊക്കെയാണ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല, അവർ ചെയ്യാൻ അവർ ഭയങ്കര കൂലി അർഹിക്കുന്നു. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ, അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. വളരെ ചെറിയ എഫേർട്ടാണ്, പക്ഷെ വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിയതൊക്കെ മുതലാവും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതല്ല ഫിത്തിനും പ്രസാദമൊക്കെ ഉണ്ടാക്കി വിടുകയാണ്, ക്ലബ് ചെയ്തിട്ട് വിടുകയാണ്. അങ്ങനെ ഓരോ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഞാനത് പറയാതിരിക്കാൻ, എനിക്കത് മുമ്പേ അറിയാം എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ ഇപ്പം നടക്കുന്നതും ഇലക്ഷനെ പറ്റി ഞാൻ പറഞ്ഞതും. ഗുരു ഇങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ശിഷ്യ എങ്ങനെ പറഞ്ഞു. എന്റെ ഉസ്താദ് ഇപ്പം മേലൊക്കെ ഉണ്ട്. ആ പറഞ്ഞ ഉസ്താദ് ഇവിടെ വരും. ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്, കെ.സി. മുഹമ്മദ് വാക്കവി ഉസ്താദ്. ഇനി ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് രണ്ടും രണ്ടാണെങ്കിൽ അത് ഉസ്താദ് പറഞ്ഞെടുത്തോളി. അങ്ങനല്ല എന്റെ ന്യായം. ഏതും ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവൂലേ? ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കി വിടാ. നമ്മൾ എന്തേലും പറഞ്ഞാൽ അത് നമുക്ക് യോജിക്കുന്നുണ്ടെന്നാ മൂപ്പരെ നമ്മളാളാ, ഇത് യോജിക്കുന്നില്ല എന്നാ മൂപ്പരെ പറ്റൂല. അതൊന്നും വിലപ്പോവില്ല. കാര്യങ്ങൾ പ്ലെയിൻ ട്രൂത്ത്, സത്യമായിട്ട് പറയേണ്ടി വരും. അപ്പൊ ചിലക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്നോട് ദേഷ്യപ്പെടണ്ട. നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. വെറുതെ അനാവശ്യമായ ചർച്ച എന്തിനിപ്പോ സമയം കളഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടായതുകൊണ്ട്? ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു മത്സരിക്കുന്ന ഉറപ്പല്ലേ? അള്ളാഹുവും റസൂലും പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്നിട്ട് ഞാൻ പറഞ്ഞു കേൾക്കണം. അപ്പൊ അതല്ല വിഷയം. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം, മറ്റു വിഷയങ്ങളൊക്കെ തീർച്ചയായും ഏതൊരു വിഷയത്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവും, ഒഴിവുകഴിവുകൾ ഏത് വിഷയത്തിലും ഉണ്ടാവും. ഹലാലാകുന്നതും ഹറാമാകുന്നതും സാഹചര്യങ്ങൾ അള്ളാഹുവിനെ പൊരുത്തുള്ള രീതിയിലൊക്കെ ചെയ്യുകയാണ്. ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ വെറുതെ ഫിത്തന ഉണ്ടാക്കുക, ഇങ്ങനെ പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കുക. അള്ളാഹു ആ ഫിത്തനുള്ള മനസ്സുകളുടെയൊക്കെ ആ കൽബിന്റെ ഉള്ളിലെ ആ ഫിത്തനകളെ അള്ളാഹു എടുത്തു മാറ്റട്ടെ. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ചില പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന മനസ്സ് നന്നാവും, അതിൽ കുത്തിരിക്കുന്ന കാലത്തോളം ശരിയാവില്ല. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. കൽബ് റെഡിയാവണമെങ്കിൽ പുറത്തു പോകുന്ന ചിന്തിച്ചാൽ മനസ്സിലാവും, റബ്ബേ ഞാൻ ഇക്കാലയും കൊണ്ടാടുന്ന സംഗതി ഇത്ര മോശമായിരുന്നോ. കൽബിന്റെ ഉള്ളിൽ ഫിത്തനകളും ഫസാദും മാത്രം ഇങ്ങനെ കലക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അത് ആരോഗ്യപരമായൊരു സമൂഹത്തിന് യോജിച്ചതല്ല. പിന്നെ എല്ലാറ്റിനും മറുപടി പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നേരമില്ല അതിനൊന്നും. അതുകൊണ്ട് നമ്മൾ പലതും ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിച്ച് നടക്കുകയാണ്. നിങ്ങൾ അറിയും മുമ്പ് ഞാൻ അറിയുന്നുണ്ട്, ഇതൊക്കെ പോകുന്നുണ്ട്, ഇന്ന ചർച്ചകളൊക്കെ അറിയുന്നു. പക്ഷേ 1-2 ആഴ്ചകളായി ഞാൻ മിണ്ടാതിരുന്നു. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ അത് നിൽക്കും, അല്ലെങ്കിൽ മിനിമം ഇലക്ഷൻ കഴിഞ്ഞാലെങ്കിലും നിൽക്കും. പിന്നെ എന്തിനാ വെറുതെ സമയങ്ങൾ? നമുക്ക് ജനങ്ങൾക്ക് വേറെ പലതും പറഞ്ഞു കൊടുത്തുകൂടെ? അൽഹംദുലില്ലാ. അപ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. ഇതിൽ എവിടെയാണ് സത്യം, എത്രയാണ് സത്യം, എന്താണ് അസത്യം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ തിരുത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അരമണിക്കൂറായി സ്വലാത്ത് ചൊല്ലാൻ നേരായി. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കെ ഉസ്താദിനോട് ഞാനൊരു 9:45 ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അറിയാലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങളുമായി ഞങ്ങളൊക്കെ നാർമതി പഠിപ്പിച്ച ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഉസ്താദാണ് KC മുഹമ്മദ് ബാഖവി ഉസ്താദ് കിശ്ശേരി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മേലുണ്ട്, അവരുമായി ഉസ്താദ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർ വലിയൊരു സൗഭാഗ്യമാണ്. ഉസ്താദും തന്നെ ഉസ്താദിന്റെ ശിഷ്യൻ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് വരുന്നത് ഉസ്താദിന്റെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കത് വലിയൊരു അഭിമാനമാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇൽമ പഠിക്കുന്നത് നമ്മുടെ ഗുരുവര്യന്മാരിൽ നിന്നാണ്. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും തഖ്വയും എല്ലാ നിഅമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നതിന്റെ ഒരു ഫന്നു ദഅവത്തി ഇലല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്, അതിന് ചില ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അൽ ബുഅദു അൻ മവാദിഉൽ ഖിലാഫാത്ത്. വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു മസലയും ദീനിലില്ല. അതാണ് വിഷയം. നമ്മുടെ ബദീഹിയായി നമുക്കറിയുന്ന അസാസിയായ വിഷയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫർഇയായ വിഷയങ്ങളിൽ ഫുഖഹാഇനെ സംബന്ധിച്ചിടത്തോളം ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗണ്ഡിതമായ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് തസൂഫിന്റെ വിഷയങ്ങളിൽ പലതും അങ്ങനെയാണ്. ഇസ്തിഗാസയെ സംബന്ധിച്ച്, തവസ്സുലിനെ സംബന്ധിച്ച്, മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തസൂഫിന്റെ ഉള്ളിൽ നടക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമായി എന്ന് വരും, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും. ദഅവത്ത് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ഭൂഷണമല്ല എന്ന് ദഅവത്തിനെ സംബന്ധിച്ച് ഉലമാ പറഞ്ഞിട്ടുണ്ട്. കാരണം അതവരറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മളത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു, അതവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ സംശയരോഗം ബാക്കിയാവും. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ടാണ് ഖിലാഫുള്ള വലിയ തർക്കങ്ങളുള്ള വിഷയങ്ങൾ, കാലങ്ങളായി ഈ ശരീഅത്തിന്റെ വിഷയത്തിൽ തർക്കങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഉസ്താദന്മാരൊക്കെ ആ വിഷയത്തിലുള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ അതത് സാഹചര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നല്ലാതെ പൊതുവായൊരു ദഅവത്ത് നടക്കുമ്പോൾ, ഒരു പൊതുസമൂഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒന്നുമല്ല, പൊതുസമൂഹത്തിന് അതിൽ അറിയേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ ആ വിഷയം ഇടപെടാൻ കഴിയുള്ളൂ. അത്തരം വിഷയങ്ങളിൽ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഇടപെടേണ്ടതില്ല എന്ന് ദഅവത്തിനെ സംബന്ധിച്ച് നമ്മുടെ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് അൽ ബദ്ഉ ബിൽ അഹം, ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായത് മഹാനായ അത്വാഉല്ലാഹ് ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവര് മഹാനായ മുഹമ്മദ് ഇബ്നു സൗഖ് റളിയല്ലാഹു അൻഹുവുമായി നടന്ന ഒരു അഭിസംബോധനയിൽ, ഒരു സംഭാഷണത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്വാ റളിയല്ലാഹു അൻഹു വരെ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അവർ പറഞ്ഞു, ഇബ്നു അഖീ, എന്റെ സഹോദരന്റെ പുത്ര, നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ സംസാരങ്ങൾ വെറുക്കുമായിരുന്നു. അപ്പോ ഈ മഹാൻ ചോദിച്ചു, മുഹമ്മദ് ഇബ്നു സൗഖ് തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ അനാവശ്യമായ ചർച്ചകൾ എന്ന് പറയുന്നത്? كانوا يعجون كل كلام فضولا ما عدا كتاب الله أن يقرأ ويفهم وحديث رسول الله أن يروى أو أمرا بالمعروف ونهيا عن المنكر أو علما يتقرب به إلى الله أو أن تتكلم بحاجتك ومعيشتك التي لا بد لك منها. ثم حدق إلى وجهه وقال وإن عليكم لحافظين كراما كاتبين. മുഅ്മിനീങ്ങളെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപദേശമാണ് അത്വാ റളിയല്ലാഹു അൻഹു ഇവിടെ നൽകുന്നത്. ബഹുമാനപ്പെട്ടവർ മുൻഗാമികളെ സംബന്ധിച്ച് പറയാൻ, താബിഈങ്ങളെ സംബന്ധിച്ച് പറയാൻ, സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, അനാവശ്യമായ ചർച്ചകൾ എന്ന് പറയുന്നത് ഒന്ന്, അള്ളാഹുവിന്റെ കലാം ഖുർആൻ, ഇതല്ലാത്തത്. രണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുമായുള്ള ചർച്ചകൾ, അതല്ലാത്തത്. മൂന്ന്, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഇൽമ്, അവയാത്തത്. പിന്നെ ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന് ജോലി സംബന്ധമായി, തൊഴിലുമായി ബന്ധപ്പെട്ട അത്യാവശ്യമായ ചർച്ചകൾ, ഇതല്ലാത്തത് മുഴുവനും അനാവശ്യമാണെന്നാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത്. അനാവശ്യമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അനാവശ്യമായ ചർച്ചകളെ ഒഴിവാക്കുക എന്നതാണ്. എന്നിട്ട്
മഹാനായ മുഹമ്മദ് ഇബ്നു സൗഖ തങ്ങളോട് ചോദിച്ചു, അതുൻകിറൂൻ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങൾക്ക് സൂക്ഷിപ്പുകാർ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? കിറാമൻ കാതിബീൻ, മഹോന്നതന്മാരായ എഴുതുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേ, ഒരു ചർച്ച നടക്കുമ്പോ, എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യന്മാർ എഴുതിവിടുമ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകളുണ്ടെന്ന്? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അതുൻകിർ, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? മുഹമ്മദ് ഇബ്നു സൗഖ തങ്ങളോട് ചോദിക്കുകയാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ അത്താ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു തആല അൻ, ഇങ്ങനൊരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലില്ലേ? കിറാമൻ കാതിബീൻ, ആ ജോലി ചെയ്യുന്ന എഴുതുന്ന ആളുകൾ ഏതെങ്കിലും സാധാരണക്കാരല്ല. കിറാമൻ, അള്ളാഹുവിന്റെ മലക്കുകളായ ദ മൈറ്റി റൈറ്റേഴ്സ്, മഹോന്നതന്മാരായ എഴുത്തുകാർ, ഇവര് കൂടല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചൂടെ? ഒരു ചെറിയ ചർച്ച നടത്തുകയാണെങ്കിലും എന്തെങ്കിലും എഴുതിവിടുകയാണെങ്കിലും വല്ല പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾ ഇതറിയാണ്, അവരത് രേഖപ്പെടുത്തും. ഇതിനൊക്കെ എത്ര ആഡുകൾ വരുന്നുണ്ടോ, എത്ര ലൈക്കും ഡിസ്ലൈക്കും വരുന്നുണ്ടോ, അള്ളാഹുവിന്റെ മലക്കുകൾക്കൊക്കെ കണക്ക് വെക്കും. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിഷയം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, വി ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. നമ്മളതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന വിഷയം അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക. അനാവശ്യമായ ചർച്ചകളാവണ്ട, അനാവശ്യമായ ഫിത്നകളും ഫസാദ്. ഇനി ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇതിനായിട്ട് കുറച്ച് കൂട്ടരിക്കുന്നുണ്ട്, ഒരു പണി അതാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ മലകളിന്റെ കൂടെയുണ്ട്. ഞാൻ ഇടപെടുന്നത് സമൂഹത്തിൽ ഒരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുമോ ഇല്ലയോ, അത് ചിന്തിച്ചുകൊണ്ടേ നമുക്ക് ദഅവത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മഹാനായ അത്താ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ദഅവത്തിന്റെ ശൈലി അർരിഫ്ഖ്, വളരെ സൗമ്യമായിട്ടാണ് ദഅവത്ത് ചെയ്യേണ്ടത്, വളരെ സൗമ്യമായിട്ടാണ്. ഇന്നർ റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹ് വലാ യുൻസഉ മിൻഹു ഇല്ലാ ഷാനഹ്. ഏതൊരു വിഷയത്തിലും സൗമ്യതയുണ്ടെങ്കിൽ ആ വിഷയത്തിന് ഭംഗിയുണ്ടാവും. സൗമ്യത, ലാളിത്യം എന്നത് ഏതൊരു വിഷയത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും, വളരെ മോശമായിരിക്കും. ഒരു മീറ്റിംഗ് കൂടാണ്, സൗമ്യമായുള്ള സംസാരങ്ങൾ, അതിന് റിസൾട്ട് ഉണ്ടാവും. അവിടെ സർവാളും പ്രഷർ കയറി വർത്താനം പറയാം, വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേൾക്കൂ. ഒരു മനുഷ്യൻ പറയുമ്പോൾ മറ്റുള്ളവർ മിണ്ടായിരിക്കണം എന്നാണ്, എന്നിട്ട് അടുത്താൾ പറയാം ബാക്കിയുള്ളവർ കേൾക്കണമെന്നാണ്. ഇതൊക്കെ അദബുൽ ഹിവാറാണ്, ഒരു സംഭാഷണത്തിന്റെ അദബുകളാണ്. റിഫ്ഖ് വേണം, സൗമ്യത വേണം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് ഇങ്ങനെ കാണുന്നു. അല്ല, വളരെ പെട്ടെന്ന് നിസ്കരിച്ചു, വളരെ ഫാസ്റ്റായിട്ട് നിസ്കരിച്ച് ഓടുകയാണ്. അപ്പൊ ഉർവ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ടവർക്ക് ഇയാളോട് പറയണമെന്ത്, പൊന്നു സഹോദര, ഇങ്ങനെ കുത്തിമറിഞ്ഞ് നിസ്കരിച്ചാൽ മതിയോ? ഒന്ന് നല്ല നിലക്ക് നിസ്കരിക്ക്. ഈ മെസ്സേജ് ഉർവ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന രീതി നോക്കണം. ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, യബ്ന അഖി, എന്റെ സഹോദരന്റെ മോനെ. വാപ്പയുടെ സ്ഥാനത്തുള്ള ഒരവസ്ഥയിൽ പറയാം, എന്റെ സഹോദരന്റെ മോനെ, അള്ളാഹു നിനക്കൊന്നും ചോദിക്കാനില്ലേ? അള്ളാഹുവിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? ഞാൻ വളരെ പെട്ടെന്ന്, നമ്മളൊരു കാര്യപ്പെട്ട ഒരാളെ കാണാൻ ചെന്നാൽ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യും, എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് പിന്നെ എന്റെ ചാൻസ് ആയോ, വിളിക്കാനായോ, എന്റെ അപ്പോയിന്റ്മെന്റ് ടൈം ആയോ ഇല്ലയോ, എത്ര കാത്തിരിക്കും. അള്ളാഹുവിനോട് നിനക്കൊന്നും പറയാനില്ലേ? വല്ലാഹി ഇന്നി ലസ്അലുല്ലാഹ റബ്ബി ഫീ സ്വലാത്തി കുല്ല ശൈഇൻ ഹത്തൽ മിൽഹ്. റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ അള്ളാഹുവിനെ നിസ്കരിക്കാറുണ്ട്, എന്റെ സുന്നത്ത് നിസ്കാരങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഹത്തൽ മിൽഹ്, പടച്ചോൻ എന്റെ വീട്ടിക്ക് ഉപ്പ് വേണം പടച്ചോനെ എന്നുവരെ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നുണ്ടെന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മനുഷ്യനോട് പറയാൻ. നിനക്കൊന്നും ചോദിക്കാൻ. അതിന്റെ ശേഷം ആ മനുഷ്യന്റെ നിസ്കാരങ്ങൾ നന്നായി എന്നാ. സുബ്ഹാനല്ലാഹ്, നിനക്കൊന്നും ചോദിക്കാനില്ലേ അള്ളാഹുവിനോട്? ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ റബ്ബിനോട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാം, ഞാൻ ഏത് നിസ്കാരവും നിസ്കരിച്ചാലും എന്റെ രാത്രിയിലെ എന്റെ സുന്നത്ത് നിസ്കാരങ്ങളിൽ എന്റെ 60ഓളം സുഹൃത്തുക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം, എന്റെ സുഹൃത്ത് മുഹമ്മദ് കുട്ടി, എന്റെ സുഹൃത്ത്, അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുക്കണേ. 60ഓളം ആളുകളുടെ പേരെടുത്ത് പറയാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ അവസാനിപ്പിക്കാറില്ല എന്ന്. ഒരു ദിവസം ഇത് പറയാൻ കഴിയാതെ നിസ്കാരം കഴിഞ്ഞുപോയി.
അന്ന് സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. ആരോ ചോദിക്കുന്നുണ്ട്, എന്താണ് ഹുദൈഫ, ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ചില്ലല്ലോ, എന്തേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ പേരൊക്കെ എടുത്ത് നോക്കുമല്ലോ, എന്തേ നിങ്ങൾ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഉടനെ എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ടവർ നിസ്കാരം തുടങ്ങുകയും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അത് ഒരു ദഅവത്തിന്റെ ഒരു മാർഗമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉസ്താദ് കെ.സി. മുഹമ്മദ് ബാഖവി അവറുകൾ, എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ, നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഉസ്താദിന് അൽഹംദുലില്ലാഹ്. നേരത്തെ നമ്മൾ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോഴും ദാറുൽ ഹുദയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആയിരക്കണക്കായ ഹുദവി വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന ഒരു വലിയൊരു സൗഭാഗ്യം കിട്ടിയ ഒരു മഹാനുമാണ്. അപ്പോൾ ഉസ്താദിന്റെ ഫിഖ്ഹിപരമായ ചർച്ചകൾ ദർശന ചാനലിൽ നടക്കാറുണ്ട്. ഫിഖ്ഹി സംബന്ധമായി ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ഷനെ പറ്റി കൊടുത്തതൊക്കെ. അപ്പോ ശിഷ്യനെന്ന് പറഞ്ഞു, ഗുരു എന്ന് പറഞ്ഞു, ഏതെന്നൊക്കെ പറഞ്ഞാണ് പോയി ഫിത്തനുള്ളവർ പറഞ്ഞുണ്ടാക്കുക. ഗുരു പറഞ്ഞ തന്നെ എടുക്കേണ്ടത്. ഒരു നല്ല സംശയമുണ്ടോ അവിടെ? ഒരു സംശയമില്ല. ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ മേലെയാവില്ല. എത്രയോ അവരൊക്കെ ചവിട്ടുന്ന മണ്ണിനോളം അതിനത്രയോ പോലും ശിഷ്യനില്ല. അപ്പോ ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കിട്ടിയത് അൽഹംദുലില്ലാഹ് വലിയൊരു ഭാഗ്യമാണ്. ഉസ്താദ് ദഅവത്തും പ്രഭാഷണവും ഒക്കെ ചെയ്യുന്ന, നാട്ടിൽ നിരന്തരം സമൂഹത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മഹാപണ്ഡിതനും കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളൊരു 10 മിനിറ്റ് പരിചയപ്പെടും. അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയാം. ഉസ്താദിന് ദുബൈക്ക് പോകാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനും അതുപോലെ തന്നെ ദാറുൽ ഹുദയിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതന്മാരെ ഒരുപാട് ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഉസ്താദാണ്, ചെറുശ്ശേരി ഉസ്താദാണ് ദാറുൽ ഹുദയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ ഗുരുവര്യർ. ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ് ബഹുമാനപ്പെട്ട കെ.സി. മുഹമ്മദ് ബാഖവി ഉസ്താദ് അവറുകൾ. ചെറുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഉസ്താദിന്റെ ശിഷ്യരാണ് ഞങ്ങളൊക്കെ. ഹുദവികളായ സുഹൃത്തുക്കളൊക്കെ സദസ്സിൽ വേറെയും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും അവർക്ക് ആയുസ്, ആരോഗ്യം, ആഫിയത്തിന് വേണ്ടി നമ്മുടെ ദുആകളിൽ എപ്പോഴുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ദുആകളൊക്കെ ഉൾപ്പെടുത്തുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമാണ്. പിന്നെ നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. മാർക്ക് കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അതൊന്നും തോറ്റുപോയി എന്ന് വിചാരിക്കാം. പക്ഷെ ഉസ്താദുമാരെ വിഷമിപ്പിക്കരുത്. ഉസ്താദുമാർക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത്. ജീവിതത്തിൽ വിജയം ഉണ്ടാവും. മാർക്ക് കുറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അത് ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വലിയൊരു മെസ്സേജ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഉസ്താദിനെ വളരെ ആദരവോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനാദരവുള്ള സാദാത്തുക്കളെ, ഒന്നരായ ഉലമാക്കളെ, ഈ ക്ലാസിന് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി അവറുകളെ, മറ്റു സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, യാദൃച്ഛികമാണ് ഈ വേദിയിൽ എത്തിച്ചേർന്നത് എങ്കിലും വളരെയേറെ സന്തോഷമുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
ഇത് റബ്ബിന്റെ വലിയ ഒരു അനുഗ്രഹ സദസ്സാണ്. അബുദാബിയിൽ കഴിഞ്ഞു കൂടുന്ന കേരള സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ ഒരുമിച്ചുകൂടി ദീനിയായ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ളൊരവസരം അൽഹംദുലില്ലാഹ് അതിലും വലിയൊരു മുബാറക്കായ മജ്ലിസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തപ്പെടുമ്പോൾ അതിൽ ഏറെ സന്തോഷിക്കുന്നവർ നിങ്ങൾക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സിംസാറുൽ ഹഖ് ഹുദവി, അദ്ദേഹത്തിനൊക്കെ നമ്മിൽ നിന്ന് എന്തെങ്കിലും രണ്ടു വാക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അദ്ദേഹം ഇത് നൽകുന്നതിലൂടെ അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു അംശം ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യമാണ്. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ ആരും ഈ സദസ്സിലുണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നീണ്ട 12 വർഷ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരാ ഹുദവി ബിരുദം നേടിയ യുവതിന്മാർ. പഠിക്കുന്ന കാലത്തെ വളരെ താല്പര്യത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉസ്താദുമാരെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൽ തഹ്ഖീഖാത്തുകൾ നേടുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നവരാ സിംസാറുൽ ഹഖ്. പല വർഷങ്ങളിലും ആ ക്ലാസ്സിലുള്ള റാങ്ക് സിംസാറിനായിരുന്നു എന്നുകൂടി അവനെ 9 വർഷം പഠിപ്പിച്ച് പരിചയമുള്ള ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാറുൽ 25ാമത്തെ വർഷമാണ് ഈ ഉള്ളവൻ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെല്ലൂർ ബഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് ദാറുൽ ഒരു ഉസ്താദായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ വരുമ്പോൾ സിംസാറുൽ ഹഖ് ഹുദവിയും തന്റെ ബാച്ചിലുള്ളവരും അവിടുത്തെ 4ാം വർഷക്കാരായിരുന്നു. 4ാം വർഷം എന്ന് പറഞ്ഞാൽ 13 വയസ്സ് 13.5 വയസ്സാണ് ആ കുട്ടികൾക്കുണ്ടാവുക. ചിലർക്ക് 14, 14.5 ആയിട്ടുണ്ടാവും. ആ കാലത്തെ വലിയ നിറഞ്ഞ സദസ്സുകളിൽ പ്രസംഗിച്ച് പരിചയം സിദ്ധിച്ച ഒരാൾ കൂടി ഹുദവി. അതിന്റെ ശേഷം പല പ്രഭാഷണ വേദികളിലും അദ്ദേഹം പങ്കെടുക്കുകയും അൽഹംദുലില്ലാഹ് റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് ഇത്തരം വേദികളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കുകൊള്ളുകയും ചെയ്യുന്നത് കാണും. ആ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം പൂവണിയുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അതിന്റെ നടത്തിപ്പുകാരായ ആളുകളുമൊക്കെ ഏറെ സന്തോഷമാണ്. അതോടൊപ്പം സ്ഥാപനത്തിന്റെ ഓഫ് ക്യാമ്പസുകളായി ആസാമിലും ബംഗാളിലും ആന്ധ്രാപ്രദേശും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കായ രൂപ ചെലവഴിച്ച് ദീനിന്റെ ബാലപാഠം പോലും അറിയാൻ കുട്ടികളെ ചേർത്ത് മതപരമായി അവരെ പഠിപ്പിച്ച് അള്ളാനെയും റസൂലിനെയും ദീനിനെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരവസരം ഇന്ന് ഹുദവികളിലൂടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയൊക്കെ വലിയ സംഖ്യകൾ കൊടുത്ത് സഹായിച്ചവരും ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ വെച്ച് എല്ലാ ആഴ്ചയിലും തിങ്കൾ വൈകുന്നേരം അസ്ർ നിസ്കാരാനന്തരം സൂറത്ത് യാസീൻ ഇഖ്ലാസും അവിദത്തേൻ ഓതി ദുആ ചെയ്യാറുണ്ട്. അതിന് പകരം ദുആർക്കാനല്ലാതെ ആ സ്ഥാപനത്തിലുള്ളവർക്ക് മറ്റൊന്നിനും കഴിയില്ല. നിങ്ങൾ മനസ്സ് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്താൽ റബ്ബിന്റെ അടുക്കൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലായി നിലനിൽക്കും. അതിന്റെ പുറമെ അവിടെ നിന്നുള്ള ദുആ കൂടിയാകുമ്പോൾ അതിന്റെ ഫലം ഇഹത്തിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്കതിന് മറുപടിയായി ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു സദസ്സ്
നിങ്ങൾ ഈ കിട്ടുന്ന അവസരം ദുരുപയോഗപ്പെടുത്താതെ പൂർണ്ണമായി പ്പെടുന്ന ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുകയും നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീനിന്റെ വിഷയം പരന്നു കിടക്കുകയാണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസരിച്ച് മതത്തിന്റെ നിയമങ്ങൾക്കൊന്നും മാറ്റമില്ല. പണ്ട് എന്താണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുതന്നെയാണ് എക്കാലമുള്ള നിയമങ്ങൾ. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് ഹുക്കുമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാകും. ഒന്നും കഴിക്കാനില്ലാത്ത ഒരാൾ കഴിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന് പേടിയുള്ള ആളാണെങ്കിൽ ചത്തുകിടക്കുന്ന മാംസവും ചത്തുകിടക്കുന്ന ജീവിയെയും തിന്നൽ അദ്ദേഹത്തിന് അനുവദനീയമാണ്. ചത്തത് തിന്നാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒറ്റയടിക്കുള്ള മറുപടി പാടില്ല എന്ന് തന്നെയാണ്. ഇന്നാലിന്ന സാഹചര്യത്തിലാണ് എന്ന് പ്രത്യേക ഒരു ചോദ്യം വന്നാൽ ആ സമയത്ത് അനുവദനീയമാണ് എന്ന അതിന്റെ മറുപടി. ചോദ്യത്തിനനുസരിച്ചാണ് ശറഇന്റെ മറുപടി നൽകപ്പെടുക. ചോദ്യത്തിനനുസരിച്ചാണ് ആലിമീങ്ങൾ ഫത്വ കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ആരുടെ ഫത്വയും മറ്റൊരാളുടെ ഫത്വയുമായി ഇവിടെ വൈരുദ്ധ്യം വന്നിട്ടേ ഇല്ല. സാഹചര്യം എങ്ങനെയാണോ, ചോദ്യം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മറുപടിയാണ് വരാറ്. അത് ആലിമീങ്ങളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഇത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി എഴുതി കൊടുക്കുന്ന സമയത്ത് ആ ചോദ്യം ഇങ്ങോട്ട് എഴുതി കൊണ്ടുവാ എന്നവർ പറയേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ, ആമീൻ. അദ്ദേഹത്തോട് നിങ്ങളൊരു കാര്യം ചെന്ന് ചോദിച്ച് ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ അതൊന്ന് എഴുതി തരണം ഉസ്താദെ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, എന്നാൽ ചോദ്യവും ഇങ്ങോട്ട് എഴുതിക്കൊണ്ട എന്ന് അദ്ദേഹം പറയും. കാരണം മറുപടി മാത്രം എഴുതി കൊടുത്താൽ ഇന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന ഉസ്താദ് തന്ന മറുപടിയാണ് ഇത് എന്ന് ആ എഴുതി കൊടുത്തത് വെച്ച് അവൻ ദുരുപയോഗപ്പെടുത്തിയെന്ന് വരും. കാരണം ആ ചോദ്യം ഒരുപക്ഷെ ഉസ്താദിനോട് ചോദിച്ചതാകില്ല, മറ്റാളുകളുടെ മുന്നിൽ അവൻ പറഞ്ഞു പ്രചരിപ്പിക്കും. അതിനാൽ സൂക്ഷ്മത കാണിച്ച് ചോദ്യം ഇന്നതാണെന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അത് എഴുതി കൊടുക്കുമ്പോൾ മാത്രമേ അതിന്റെ മറുപടിയും എഴുതി കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലം വളരെയേറെ സൂക്ഷ്മത പുലർത്തേണ്ട കാലമാണ്. അതിനാൽ സത്യസന്ധമായി മനസ്സിലാക്കി ദീനീയായ രൂപത്തിൽ ജീവിച്ച് മുസ്ലിമായി മുഅ്മിനായി ഈമാൻ സലാമത്തായി നമുക്ക് മരിക്കാൻ കഴിയണം. ഇവിടെ 100 കൂട്ടം ജോലികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കൂടുന്നവരാ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ. തന്റെ നാട്ടിലുള്ള കുടുംബം പോറ്റാൻ പ്രയാസപ്പെട്ട് അന്നാന്ന് ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായപ്പോ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാ ഈ ഇരിക്കുന്നവരൊക്കെയും. നിങ്ങളുടെ ഒക്കെ പ്രയാസങ്ങൾ അത് അള്ളാന്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിങ്ങൾ നീങ്ങിയാൽ അതിനു വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത് എന്ന വസ്തുത നാം മറക്കരുത്. മാതാപിതാക്കളെയും ഭാര്യമക്കളെയും കുടുംബാംഗങ്ങളെയും മറ്റ് നമ്മുടെ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്ന ആളുകളെയും അവരെ തീറ്റിപ്പോറ്റ് വളർത്തുന്നതിന് വേണ്ടി നാം ഒഴുക്കുന്ന വിയർപ്പിന്റെ തുള്ളി അത് ഓരോന്നിനും വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെയൊക്കെ ജോലിയിൽ, നിങ്ങളുടെയൊക്കെ കച്ചവടത്തിൽ, നിങ്ങളുടെയൊക്കെ മറ്റ് ഏർപ്പാടുകളിൽ അല്ലാഹു തആല ഖൈർ ബർക്കത്ത് ചൊരിഞ്ഞു തരുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സകല